കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാനത്തെ വനിതാ ക്രിക്കറ്റ് രംഗത്തും സുപ്രധാന ചുവടുവെപ്പിന് ഒരുങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് വനിതാ ക്രിക്കറ്റ് താരം സജന സജീവൻ. ക്രിക്കറ്റ് പാഷനായി എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് മികച്ച അവസരമാണെന്നും സജന. രാജ്യാന്തര മത്സരങ്ങൾ ജീവിതം മാറ്റിമറിച്ചുവെന്നും WPL-ൽ ഡൽഹിക്കെതിരെ നേടിയ വിജയ 6 ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നുവെന്നും സജന സജീവൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സാക്ഷാത്കാരത്തിലേക്ക് KCയെ ചുവടുവെക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു പേരുകളിലൊന്നാണ് എസ് സജന എന്നുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ക്യൂൻസിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള എസ് സജനയാണ് ചേരുന്നത്. വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഈ വനിതാ ക്രിക്കറ്റ് ലീഗ് തുടങ്ങാൻ? ഒരിക്കലും ഇല്ല. KC എപ്പോഴും റൈറ്റ് ടൈമിലാണ് ഡിസിഷൻസ് എടുക്കാറ്. സോ ഇപ്പോഴെങ്കിലും അവർ ആ ഇനീഷ്യേറ്റീവ് എടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആക്ച്വലി ഇപ്പോൾ പുതുതായിട്ട് ക്രിക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതൊരു വലിയ പ്രചോദനം കൂടിയായിരിക്കും ഈ മത്സരം. ഇത്തരത്തിലൊരു ഇന്ന് ഒരു പ്രദർശന മത്സരം ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലീഗിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചൊരു നിമിഷം തന്നെയായിരിക്കും. തീർച്ചയായും ഞാനൊക്കെ കളി തുടങ്ങിയ സമയത്ത് വുമൻസിന് അത്രത്തോളം എന്താ പറയുക ആൾക്കാർ അറിയാത്തൊരു ഗെയിമായിരുന്നു ക്രിക്കറ്റ്. പക്ഷേ ഇപ്പോൾ എന്നിലൂടെയും മിന്നുമണിയിലൂടെയും ആശച്ചേച്ചിയിലൂടെയും ജോഷിതയിലൂടെയും നജിലയെല്ലാം കളിച്ച് വുമൻസ് ക്രിക്കറ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. സോ ഭയങ്കര അഭിമാനമുണ്ട്. ഈ ക്രിക്കറ്റിൻ്റെ കരിയറിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് ആരായിരിക്കും? ആദ്യം തന്നെ എൻ്റെ ഫാമിലിയാണ്. അച്ഛനും അച്ഛൻ്റെ അനിയന്മാരെല്ലാം ക്രിക്കറ്റ് കളി കണ്ട് തുടങ്ങിയപ്പോഴാണ് ഞാനും ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന എൽസമ്മ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ WDC അസോസിയേഷൻ, നാസർ മച്ചാൻ സാർ തുടങ്ങിയവരുടെ വലിയൊരു പിന്തുണയോട് കൂടെ മാത്രമാണ് ഞാൻ ഇന്നൊരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ഈ WPL-ൻ്റെ കഴിഞ്ഞ മത്സരം, അതായത് ദില്ലിക്കെതിരെയുള്ള ആ ഫിനിഷിംഗ് 6 അടി അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു 6 അടി തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും ആ ഒരു 6 അടി കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ആയത്. ഇന്ത്യ കളിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ക്രിക്കറ്റ്. പിന്നെ ആ ഒരു 6 ആണ് എൻ്റെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയത്. ഒരു നൈറ്റ് കൊണ്ട് എൻ്റെ ലൈഫ് മൊത്തം ചേഞ്ച് ആയിട്ടുള്ളൊരു 6 ആയിരുന്നു ഡൽഹിക്കെതിരെ ഞാൻ സ്കോർ ചെയ്തത്. ഈ മാനന്തവാടിയിലെ ഗ്രൗണ്ടിൽ നിന്ന് അന്താരാഷ്ട്ര വേദിയിലേക്കുള്ള ചുവടുവെപ്പ് അത് ഒട്ടും ചുവടുവെപ്പ് ഒട്ടും നിസ്സാര കാര്യമല്ല. വളരെയധികം സ്ട്രെയിനും ഒപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയായിരിക്കും ആ കടന്നുപോക്ക്. തീർച്ചയായും ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത് 2012-13 ആ ഒരു സമയത്താണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായിട്ട് ഞാൻ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യലി ഭയങ്കര ബാക്കിലായിരുന്നു ഞങ്ങൾ. സോ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുറച്ചെങ്കിലും ആ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വന്നത്. ഇന്നത്തെ പ്രദർശന മത്സരത്തിലും നമ്മളൊരു 6 അടി പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും പ്രതീക്ഷിക്കാം. അതിന് പ്രിപ്പയർഡാണ് എല്ലാവരും. സോ അവസരം പോലെ നമുക്ക് ഗെയിമാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ 100% എഫേർട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ക്രിക്കറ്റിലേക്ക് വരുന്ന പുതിയ വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം കഴിഞ്ഞിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ചിലപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന ടൈമിൽ എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. ബട്ട് നിങ്ങളുടെ പ്രോസസ്സിനെ വിശ്വസിക്കുക. എല്ലാം പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല. അതിന് ഓരോ ഘട്ടങ്ങളുണ്ട്. അതിന് ഒരുപാട് തോൽവികൾ നിങ്ങൾ തോൽക്കേണ്ടി വരും. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടി വരും. ബട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിന് പുറകിൽ നിങ്ങൾ തോക്കുമ്പോൾ ആ ഒരു പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകരുത്. സോ പറ്റുന്നത്രയും ഫൈറ്റ് ചെയ്യുക. എന്നും പോസിറ്റീവായിരിക്കുക. റിസൾട്ട് പിന്നെ നിങ്ങളെ പിന്തുടർന്നോളും. ബട്ട് റിസൾട്ടിന് ഓർത്ത് ഒരിക്കലും വറി ചെയ്യരുത്. നിങ്ങളുടെ 100% ഇടുക. സീസൺ തുടങ്ങുമ്പോൾ ഇനി പിന്നാലെ തന്നെ വരും സീസണുകളും തുടർന്നും ഉണ്ടാകട്ടെ. തുടർന്നും നിരവധി വനിതകൾക്ക് അതിൽ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ക്യാമറമാൻ MG മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.